അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം വീണ്ടും ആരംഭിച്ചതിന് ഈശ്വർ മാൽപ്പയോട് നന്ദി പറയുന്നു അർജുന്റെ കുടുംബം. 24-ന്റെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലൂടെ അർജുന്റെ സഹോദരി അഞ്ജു ഈശ്വർ മാൽപ്പയുമായി സംസാരിച്ചു. അർജുനെ കണ്ടെത്തുന്നതുവരെ ദൗത്യം തുടരും എന്നാണ് മാൽപ്പെ ആ കുടുംബത്തിന് നൽകിയ ഉറപ്പ്. കനത്ത മഴയെയും ഗംഗാവലിയിലെ കുത്തൊഴുക്കിനെയും അവഗണിച്ച് ഈശ്വർ മാൽപ്പെ തുടങ്ങിവെച്ച ദൗത്യമാണ് ഒരിടവേളയ്ക്ക് ശേഷം ഇന്നലെ പുനരാരംഭിച്ചത്. അതിനുള്ള നന്ദി അർജുന്റെ സഹോദരി അഞ്ജു ഈശ്വർ മാൽപ്പയോട് 24-ലൂടെ അറിയിച്ചു. നമ്മുടെ കൂടെ നിൽക്കുന്നതിനും അവനെ കണ്ടുപിടിച്ച് തരുന്നുള്ള അത്രയും സാറും ആ ഒരു ഉറപ്പ് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ മാക്സിമം അവർ ശ്രമിക്കും. നമ്മളെ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനയും സാറിൻ്റെ കൂടെ ഉണ്ട്. വിദഗ്ധ പരിശീലനം ലഭിച്ച നാവികർ വരെ മടിച്ച ദൗത്യത്തിന് നേരത്തെ തുടക്കമിട്ട ഈശ്വർ മാൽപ്പയോട് സംസാരിക്കുമ്പോൾ അർജുന്റെ സഹോദരി വികാരഭരിതയായി. പ്രാർത്ഥന എല്ലാം സാറിൻ്റെ കൂടെ ഉണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. നന്ദി മാത്രമേ ഉള്ളൂ ഈ ഒരവസ്ഥയിൽ പറയാനുള്ളത്. ഇന്ന് തന്നെ സഹോദരനെ കണ്ടെത്തുമെന്ന് ഈശ്വർ മാൽപ്പയുടെ ഉറപ്പ്. അർജുൻ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് കേരളക്ക് കൊണ്ടുവരും കണ്ടിപ്പായിട്ട്. അത്ര ഞാൻ എനിക്ക് നോക്കി എന്നെ എൻ്റെ വീട്ടിൽ 2 കുട്ടി അതിനെല്ലാം വിട്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നമുക്ക് കേരളക്കാർക്ക് അയാള് കൊണ്ടുവരുന്നു. 1 മാസത്തിലേറെയായി അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടിന് അറുതി വേണമെന്ന് അർജുന്റെ സഹോദരി പറഞ്ഞു. കുടുംബം ആഗ്രഹിച്ച പോലെയല്ല പല കാര്യങ്ങളും നടന്നതെന്ന് 24 മോർണിംഗ് ഷോയിൽ അഞ്ജു തുറന്നു പറഞ്ഞു. വിഷമം എന്നല്ല, ആ ഒരു അവസ്ഥയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതിനൊരു വിരാമം വേണം. നമ്മൾ എല്ലാത്തിനൊരു മന്ദിപ്പാണ് സംഭവിക്കുന്നത്. ഒന്നും പല ആളുകളും പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിനൊരു യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിനെ പഠിപ്പിക്കണം. ഇതാണ് സംഭവിച്ചതെന്നുള്ളത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായി 1 മാസമായി കാത്തിരിക്കുകയാണ് കുടുംബം. ന്യൂസ് ഡെസ്ക് 24.